ഇതിന് ഉണ്ടായിട്ടുള്ള അപകടങ്ങളിൽ ഭൂരിഭാഗവും കൂടുതലും രാത്രികാലങ്ങളിൽ ഈ വനമേഖലയിലേക്ക് പോയി തിരികെ എത്തുന്ന സമയങ്ങളിൽ ആണ് ഈ അപകടങ്ങൾ അധികവും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണോ ഇവിടെ ഈ 13-ാം ബ്ലോക്കിലെ വെള്ളിക്കും ലീലയ്ക്കും സംഭവിച്ചത്? അതോ ഇത് അതല്ലാത്ത സുരക്ഷിതമായ ഇടങ്ങളിലായിരുന്നു ഇവരുണ്ടായിരുന്നത്, അതോ വനമേഖലയിലേക്ക് കടന്നിരുന്നോ? ഗോപീകൃഷ്ണൻ, ഇതാണ് ഈ ദാരുണമായ സംഭവത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ഗുരുതരമായതുമായ പ്രതിസന്ധി എന്നത് നമ്മൾ കാണേണ്ടത്. സാധാരണഗതിയിൽ ഒരു 7 മണിക്കൊക്കെ ശേഷമാണ് കൂടുതൽ കാട്ടാനകളുടെ സാന്നിധ്യം ജനവാസ മേഖലയിലേക്ക് കാര്യമായി ആറളം ഫാമിൽ ഉണ്ടാകാറ്. അതായത് പകൽ സമയത്ത് ആക്രമണ സംഭവങ്ങൾ പൊതുവിൽ വളരെ കുറവാണ്. അതിന്റെ ശതമാനക്കണക്ക് നോക്കിയാൽ വളരെ കുറവാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പകൽ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, വനമേഖലയല്ല, ഇത് പുനരധിവാസ മേഖല തന്നെയാണ്. കശുവണ്ടി ശേഖരിക്കുന്ന കൃഷിയിടമാണ് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ മുൻപൊരു തവണ വിറക് ശേഖരിക്കാൻ ഉൾപ്പെടെ പോയ പുനരധിവാസ മേഖലയിൽ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നത് നമ്മൾ പ്രത്യേകമായി കാണണം. അതായത് പുനരധിവാസ മേഖലയുടെ ഭാഗമായ പ്രദേശത്താണ്, അത് വനമേഖലയല്ല. മറ്റൊന്ന് കൃഷിയിടമാണ്, മറ്റൊന്ന് പകൽ വെളിച്ചത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. എന്താണ് നമ്മൾ ഇതിൽ കാണേണ്ട ഗൗരവമായ പ്രശ്നം? നേരത്തെ പലതവണ നിരവധി ആളുകൾ ആക്രമിക്കപ്പെട്ടു, കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പലപ്പോഴും രാത്രി സമയങ്ങളിലായിരുന്നു. ആ സാഹചര്യം പോലും അവിടെയുള്ള ആളുകൾക്ക് അവരുടെ സുരക്ഷിത ജീവിതം അല്ലാത്ത സ്ഥിതി പകൽ സമയത്ത് പോലും സംജാതമായിരിക്കുന്നു എന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പുനരധിവാസ മേഖലയാണ് ആറളം ഫാം എന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. 3500 ഏക്കർ ആദിവാസി പുനരധിവാസത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി നീക്കിവച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ആറളം ഫാം. അവിടെ അവർക്ക് ഓരോ ഏക്കർ സ്ഥലം വീതം ഇത്രയധികം കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ അതിലെ സജോ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും വളരെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നത് വനം വകുപ്പിനായിരുന്നു. കാരണം അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ്. ഇപ്പോൾ സജോ പറയുന്നതനുസരിച്ച് ഇത് വനമേഖലയല്ല, ഇത് പുനരധിവസിപ്പിക്കപ്പെട്ട മേഖലയാണ്, ആളുകൾ താമസിക്കുന്ന ഇടമാണ്. അത് കാട്ടാന ആക്രമണത്തിന്റെ ഭീഷണിയിലാണെന്ന് പറഞ്ഞാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി കൂടുതൽ ഭീതിതമായ സാഹചര്യത്തിലൂടെ അവർക്ക് ഇനിയും അവിടെ കഴിയേണ്ടി വരും എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? പ്രത്യേകിച്ച് ആനമതിൽ പോലെ, ഫെൻസിംഗ് പോലെയുള്ള ആവശ്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. അത് 2-2.5 വർഷക്കാലമായിട്ടുള്ള ആവശ്യമാണ്. നേരത്തെ CPM-ന്റെ ജില്ലാ ഘടകം വളരെ ശക്തമായി ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗോപീകൃഷ്ണൻ, ഒരു പ്രശ്നം, ആനമതിൽ എന്ന വിഷയത്തെ മാത്രം പരിഗണിച്ചാൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് ഒരു 50% പൂർത്തിയായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് പുരോഗമിച്ചിട്ടില്ല. ആ പ്രവൃത്തി എപ്പോൾ പൂർത്തിയാകുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ആ പ്രവൃത്തി നടക്കുന്നുണ്ട് ഒരു വശത്ത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വനപാലക സംഘത്തെ പൂർണ്ണമായി നിയോഗിക്കുക എന്നതാണ്. നിലവിൽ സാധ്യമായ മനുഷ്യ വിഭവശേഷി അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത്. പലപ്പോഴും താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാരുടെ സേവനം അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ആ മേഖലയിൽ ആനകളെ തുരത്തുന്നതും സുരക്ഷിതത്വം ഉറപ്പാക്കാനുമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വനം വകുപ്പിന്റെ